ഹലോ, എല്ലാവർക്കും നമസ്കാരം. മൈ നെയിം ഈസ് മീനാക്ഷി. ഐ ആം ആൻ അസിസ്റ്റൻറ്റ് ഡയറക്ടർ ഇൻ അയർലൻഡ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് നമുക്ക് നമ്മളിൽ എങ്ങനെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാമെന്നാണ്. അതൊരിക്കലും നമുക്ക് ഇൻബോണായി കിട്ടുന്നൊരു കാര്യമല്ല. ചിലർക്ക് കിട്ടും, പക്ഷേ എന്നാൽ ചിലർക്ക് അതങ്ങനെയല്ല. നമ്മുടെ പ്രൊഫഷനിൽ പല നേഴ്സസും വളരെ ഹാർഡ് വർക്ക് ചെയ്തിട്ടും അവർക്കൊരു അച്ചീവ്മെൻറ്റിലേക്ക് എത്താൻ കഴിയുന്നില്ല. പലരും ബെഡ് സൈഡിൽ തന്നെ നിന്നു പോകുന്നു. ഞാൻ പല നേഴ്സസിനോടും സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം, അവരെന്നോട് പറഞ്ഞൊരു കാര്യം, എനിക്കതിനുള്ളൊരു കോൺഫിഡൻസ് ഇല്ല. എനിക്കിങ്ങനെ വർക്ക് ചെയ്താൽ എൻ്റെ ഒരു കംഫർട്ട് സോണിൽ എനിക്ക് നിൽക്കാൻ കഴിയും. എനിക്കൊരു നേഴ്സ് മാനേജറായി മൂവ് ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് ഇല്ല. ഒരു സീനിയർ നേഴ്സായി റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കാനുള്ളൊരു കോൺഫിഡൻസ് ഇല്ല. അങ്ങനെ ചെയ്യാതെ വന്നാലുള്ളൊരു പ്രോബ്ലം അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ടാവുന്നൊരു നഷ്ടം, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ പേ റേറ്റ് ഒരിക്കലും കൂടില്ല. എനിക്കറിയാം, നേഴ്സിംഗ് എന്ന് വെച്ചാൽ ഒരു സർവീസാണ്. പക്ഷെ നമ്മളെല്ലാവരും നമ്മുടെ പേ റേറ്റ് കൂടി കുറച്ച് കൂടാനും ഒരു നല്ലൊരു പേ റേറ്റിൽ നമുക്ക് വർക്ക് ചെയ്യാനും ആഗ്രഹിക്കുന്നവരാണ്. പക്ഷെ നമ്മൾ അതിനു വേണ്ടിയിട്ട് വർക്ക് ചെയ്യാതിരുന്നാൽ, ശ്രമിക്കാതിരുന്നാൽ അതൊരിക്കലും ഇമ്പ്രൂവ് ആവില്ല. ഞാനും നിങ്ങളെപ്പോലെ തന്നെ ഒരുപാട് കോൺഫിഡൻസ് ഒന്നും ഇല്ലാതെ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്ത ഒരാളാണ്. അറൗണ്ട് 2.5 ഇയേഴ്സ് എനിക്ക് ആ ഒരു ലെവലിൽ തന്നെ നിൽക്കേണ്ടി വന്നു. കാരണം എൻ്റെ മൈൻഡിൽ എനിക്ക് ആ ഒരു ഫീൽ വന്നു, ഞാൻ കോൺഫിഡൻ്റ് അല്ല ഒന്നിലും. പിന്നെ ഞാൻ ഒരുപാട് പേരിൽ നിന്ന് ലേൺ ചെയ്യാൻ തുടങ്ങി. എൻ്റെ സീനിയേഴ്സ് എന്നെ അതിന് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കോൺഫിഡൻസ് കൂടണമെങ്കിൽ നമ്മളതൊരിക്കലും ലൗഡായി സംസാരിക്കുന്നത് കൊണ്ട് നമ്മളുടെ കോൺഫിഡൻസ് കൊണ്ടുവരാൻ കഴിയത്തില്ല. നമ്മുടെ കരിയറിൽ നമുക്കതിനാദ്യം വേണ്ടത് നോളജ് അബൌട്ട് അവർ പേഷ്യൻ്റ്. എങ്ങനെയെന്നല്ലേ, എനിക്ക് ഒരു സിറ്റുവേഷൻ ഞാൻ പറയാം. ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റൽ അല്ലെങ്കിൽ നേഴ്സിംഗ് ഹോമിൽ ഞാൻ ഇത്ര പേഷ്യൻറ്റിനെ നോക്കുമ്പോൾ അവരുടെ ഡീറ്റെയിൽസ് എനിക്കറിയാതിരുന്ന, എൻ്റെ അടുത്ത് അതിനെക്കുറിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നവരോട് എനിക്കൊരു പ്രോപ്പർ ഇൻഫർമേഷൻ കൊടുക്കാതിരുന്ന, എനിക്കവിടെ എങ്ങനെയാണ് എൻ്റെ കഴിവ് തെളിയിക്കാൻ പറ്റുന്നത്, കോൺഫിഡൻസോടെ നിൽക്കാൻ പറ്റുന്നത്? ഒരിക്കലുമില്ല. നമുക്ക് അയർലൻഡിൽ ഒരു സ്ട്രക്ചേർഡ് കമ്മ്യൂണിക്കേഷൻ ടൂളുണ്ട്, SBAR. അതെല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അറിയാത്തവരുണ്ടെങ്കിൽ എനിക്ക് DM ചെയ്യുക, ഐ ക്യാൻ എക്സ്പ്ലെയിൻ. SBAR പോലുള്ളൊരു സ്ട്രക്ചേർഡ് കമ്മ്യൂണിക്കേഷൻ ടൂൾ നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇൻവോൾവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളൊരു ഹാൻഡ് ഓവർ എടുക്കുമ്പോൾ ആ ഒരു ടൂൾ യൂസ് ചെയ്യുക. അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ പേഷ്യൻറ്റിനെ കുറിച്ചുള്ള പ്രോപ്പർ ഇൻഫർമേഷൻ കിട്ടും. ഇനി നമ്മളൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ പേഷ്യൻറ്റിനെ കുറിച്ചുള്ള മാത്രം ഐഡിയാസും ഇൻഫർമേഷനും നമുക്ക് മതിയോ? ഒരിക്കലും അല്ല. ഒരുപാട് സ്റ്റാൻഡേർഡ്സിലും ഒരുപാട് പോളിസി ആൻഡ് പ്രൊസീജിയേഴ്സിലുമാണ് നമ്മൾ നമ്മുടെ സ്ഥാപനത്തിൽ നമ്മൾ വർക്ക് ചെയ്യുന്നത്. അതിനെക്കുറിച്ചുള്ള ഐഡിയാസ് വേണം. ഇന്ന് തന്നെ നിങ്ങൾ പോയി, ഈ വീഡിയോ നിങ്ങൾ എപ്പോഴാണോ കാണുന്നത് അന്ന് തന്നെ പോയി നിങ്ങളുടെ ആ പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് അടങ്ങിയ ആ ഫോൾഡർ ഓപ്പൺ ചെയ്യുക. ഒരെണ്ണം, ഞാൻ അത്രയും പറയുന്നുള്ളൂ, ഒരെണ്ണം നിങ്ങൾ ഒരു ദിവസം വായിക്കുക. നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരുപാട് ഇൻഫർമേഷൻ കിട്ടും. എങ്ങനെയാണ് ഒരു പ്രോപ്പർ ഡോക്യുമെൻറ്റേഷനിലേക്ക് അത് നിങ്ങളെ നയിക്കുന്നതെന്ന് നിങ്ങൾക്കതിൽ നിന്ന് മനസ്സിലാകും. നമ്മളുടെ ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ നേഴ്സിംഗ് ഹോമിൽ നമുക്ക് പേഷ്യൻറ്റിനെ, നമ്മളുടെ ഡോക്യുമെൻറ്റേഷൻ, കമ്മ്യൂണിക്കേഷൻ എല്ലാം ഡെവലപ്പ് ചെയ്യുന്നതിന് ഈ ഒരു നോളജ് അത്യാവശ്യമാണ്. ഇതുകൂടാതെ പലരും പറയുന്നൊരു കാര്യം, എൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് പോരാ, അതുകൊണ്ടാണ് എനിക്ക് കോൺഫിഡൻസ് ഇല്ലാത്തത്. അയർലൻഡിൽ വർക്ക് ചെയ്യുന്നതിന് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ അതുമാത്രം കൊണ്ട് നമുക്ക് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയത്തില്ല. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ പേഷ്യൻറ്റിനെ കുറിച്ചും നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ സ്റ്റാൻഡേർഡ്സ്, പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സിനെ കുറിച്ചും ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതൊരു കോൺഫിഡൻസ് തരും. മറ്റുള്ളവരോട് സംസാരിക്കാൻ ഒരു ക്ലിയർ പ്രോപ്പർ ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ കഴിയും. അത് കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പാണ്. പ്രോപ്പറായിട്ടുള്ളൊരു ഇൻഫർമേഷൻ, ക്ലിയർ ഇൻഫർമേഷൻ പാസ് ചെയ്യുക എന്നുള്ളത്. ഇതിനോടൊപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട വേറൊരു കാര്യം, നമ്മൾ യൂസ് ചെയ്യുന്ന ടോൺ, നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ടോൺ ആൻഡ് പ്രൊഫഷണൽ വേർഡ്സ് യൂസ് ചെയ്യുക. നിങ്ങളുടെ കരിയറിൽ യൂസ് ചെയ്യാവുന്നതും യൂസ് ചെയ്യരുതാത്തതുമായ ഒരുപാട് വേർഡ്സ് നമ്മുടെ നഴ്സിംഗ് പ്രൊഫഷണലുണ്ട്. നമുക്ക് ഡോക്യുമെൻറ്റേഷൻ അതൊരുപാട് ഹെൽപ്ഫുള്ളായിട്ടുള്ള കാര്യങ്ങളാണ്. അത് മനസ്സിലാക്കുക, അത് പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുന്ന ടോൺ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക. ഇതെല്ലാം നമ്മുടെ കമ്മ്യൂണിക്കേഷൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു മറ്റൊരു കാര്യം, നമ്മളെല്ലാവരും മിസ്റ്റേക്കിൽ നിന്നാണ് ലേൺ ചെയ്യുന്നത്. അത് അക്സെപ്റ്റ് ചെയ്യുക.
മിസ്റ്റേക്കിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കൂടുതലായി പഠിക്കാൻ കഴിയും. അതനുസരിച്ച് നമുക്ക് നെക്സ്റ്റ് ഡേ പ്രവർത്തിക്കാൻ കഴിയും. ലേൺ ഫ്രം മിസ്റ്റേക്ക് ആൻഡ് പ്രാക്ടീസ് യുവർ സെൽഫ് ഡെയിലി. ഞാൻ അങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്. പ്രാക്ടീസ് ഡെയിലി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളിലേക്ക് ഒരുപാട് ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് നമുക്കത് നമ്മളെ തന്നെ ഇമ്പ്രൂവ് ചെയ്യുന്നതിനും നമ്മുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുന്നതിനും കാരണമാകുന്നു. എൻ്റെ പ്രൊഫഷനിൽ ഞാൻ ആദ്യം സ്റ്റക്കായി നിന്നത് ഒരു 2.5 ഇയേഴ്സാണ്. പക്ഷെ അതിനുശേഷം എൻ്റെ ഗ്രോത്ത് വളരെ പെട്ടെന്നായിരുന്നു. എനിക്ക് ക്ലിനിക്കൽ നഴ്സ് മാനേജറായി ജോലി കിട്ടി. 1 ഇയറിൽ തന്നെ എനിക്ക് അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ടും ജോലി കിട്ടി. ഇതിനു വേണ്ടിയിട്ടൊക്കെ ഞാൻ പ്രാക്ടീസ് ചെയ്തത് ഈ മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടാണ്. ഇത് നമുക്ക് ഒരു ദിവസമോ ഒരാഴ്ചയോ കൊണ്ട് പെട്ടെന്ന് ഡെവലപ്പ് ചെയ്യാൻ കഴിയുന്നൊരു കാര്യമല്ല. പക്ഷേ എനിക്ക് നിങ്ങളോട് പ്രോമിസ് ചെയ്യാൻ പറ്റും, ഡെഫിനറ്റ്ലി ഇത് നിങ്ങളുടെ പ്രൊഫഷനിൽ ഒരു ചേഞ്ച് കൊണ്ടുവരും. അത് നിങ്ങളുടെ പേ റേറ്റ് ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വളരെ പ്രധാനമായി നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. സോ ഇന്ന് തന്നെ നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ഒരു ഇൻപുട്ട് ഇട്ട് തുടങ്ങുക. നിങ്ങൾക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുന്നതായിരിക്കും.